ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിഷ്ണു. നമ്മളുടെ ചേർത്തല കാറക്സിന്റെ ഒറ്റപ്പിന്റെ ബ്രാഞ്ചിൽ ഇന്ന് വന്നേക്കുന്നത് ഒരു ഹോണ്ട ജാസ് ആണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് കാറക്സിന്റെ എക്സിക്യൂട്ടീവായ അനുവിനോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ കാറക്സിൽ നിന്ന് ഗോൾഡ് പോളിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഗോൾഡ് പോളിഷിംഗ് എന്നുള്ളത് ഒത്തിരി പേർക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് ആ ഗോൾഡ് പോളിഷിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അനുവിനോട് ചോദിക്കാം. അനു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോൾഡ് പോളിഷിംഗ് ചെയ്യുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായും. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ കളർ കണ്ടില്ലേ, യെല്ലോയിഷ് ആയിട്ടാണ്. വാട്ടർ സ്റ്റെയിനും ഒക്കെ പിടിച്ചിട്ടാണ് നമ്മുടെ വണ്ടി കാറക്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗോൾഡ് പോളിഷിങ്ങിലൂടെ തന്നെ വണ്ടിയുടെ പഴയ കണ്ടീഷൻ എന്തായിരുന്നു അത് നമുക്ക് തീർച്ചയായിട്ടും വീണ്ടെടുക്കാൻ പറ്റും. അനു പറഞ്ഞേക്കുന്നത് നമുക്ക് കസ്റ്റമേഴ്സിനെ ഒന്ന് കാണിക്കണ്ടേ, നമുക്ക് പകുതി പോർഷൻ നമ്മൾ പോളിഷ് ചെയ്ത് കാണിക്കാൻ പോകുവാണ്. ഇതിന്റെ പകുതിയായിട്ട് ഞങ്ങൾ പോളിഷ് ചെയ്യുക. ഇപ്പോൾ ഇതിന്റെ ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശരിക്കും വാട്ടർ സ്റ്റെയിൻ ഉണ്ട്. അതേപോലെ തന്നെ ബോഡിയിലൊക്കെ നല്ല വാട്ടർ സ്റ്റെയിൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ്ലൈറ്റ്, രണ്ട് സൈഡിലും ഹെഡ്ലൈറ്റ് ഒക്കെ മങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് നേർ പകുതിയായിട്ട് പോളിഷ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് അതിൻ്റെ കളർ എന്തോ ആണ് വ്യത്യാസം വന്നേക്കുന്നത്, ഒരു ഗോൾഡ് പോളിഷിങ്ങിൽ എന്തൊക്കെയാണ് വന്നേക്കുന്നത് എന്നുള്ളതും, പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷനിൽ വന്നേക്കുന്ന മാറ്റങ്ങളും എല്ലാം നമുക്കൊന്ന് കസ്റ്റമേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി പോർഷൻ ചെയ്യാൻ പോവുകയാണ്. ചെയ്യുന്നതും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. ഹായ്, ഞാൻ സനീഷ്. ഇവിടെ ചേർത്തല പുതിയവാവിനടുത്താണ് വീട്. എൻ്റെ വണ്ടി ജാസ് ആണ്, ഹോണ്ട ജാസ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് വണ്ടി റഫ് യൂസ് എന്ന് പറയാൻ പറ്റില്ല, വണ്ടി പോർച്ചിലല്ലാതെ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ വണ്ടിയിൽ ആകെ വണ്ടിയുടെ ബോഡിയിലും ഗ്ലാസ്സിലും ഒക്കെ ആകെ സ്റ്റെയിൻ ആയിരുന്നു, വാട്ടർ സ്റ്റെയിൻ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നതിനിടയിലാണ് കാറക്സിൻ്റെ പരസ്യം കാണുന്നത്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കോൺഫിഡന്റ് അല്ലായിരുന്നു, ഇത് എൻ്റെ വണ്ടി പഴയ പോലെ റീസ്റ്റോർ ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡന്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാനും പോയില്ല. പിന്നെ ഇവരുടെ റിവ്യൂസ് ആയി കണ്ടു. അങ്ങനെയാണ് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വണ്ടി ഇവിടെ കൊണ്ടുവരികയല്ല, വണ്ടി ഒരു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിംഗ് ആയിരുന്നു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ. എക്സാക്ട് ഞാൻ വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് തരുമ്പോഴത്തേക്ക് അമ്മ ചോദിച്ചത് വണ്ടി മാറിയെന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകണമെന്ന് എന്തുമാത്രം ഞാനത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ള കാര്യം അറിയാലോ. അത്രേ ഉള്ളൂ. വണ്ടി പക്ക. വണ്ടി അന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കിയത് എങ്ങനെയാണോ, 2017 ഷോറൂമിൽ നിന്ന് ഇറക്കിയത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്.